ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന കൂസ എന്ന വെജിറ്റബിൾ വെച്ചിട്ടുള്ള ഒരു കറിയാണ്. നമ്മൾ മീൻ കറിയൊക്കെ കുടംപുളി ഇട്ട് വെക്കില്ല, അതേപോലത്തെ അങ്ങനത്തെ ഒരു സ്റ്റൈലുള്ള ഒരു കറിയാണിത്. ഇപ്പോൾ കൂസ ഞാൻ ഇവിടെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. 300 ഗ്രാം ഉണ്ട് 3 കൂസകൾ കൂടിയിട്ട്. ഈ കൂസയുടെ ആ തൊലി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചുരണ്ടിക്കളയണം. കൂസ രണ്ടറ്റവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് നല്ലതുപോലെ കഴുകിയെടുക്കാം. ഇനി കൂസ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇതേപോലെ ഒരു കൂസ 3 ആക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി അത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി കൂസയിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. അതിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കണം. ഇനി കൂസ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചേർത്ത മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി കൂസ നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്നിങ്ങനെ വാട്ടിയെടുക്കുക എന്നൊക്കെ പറയില്ല, അപ്പോൾ അതേപോലെ ഇതേപോലെ ഇത്ര ഫ്രൈ ചെയ്താൽ മതി. ഇനി കൂസ നമുക്ക് ഇതിന്ന് മാറ്റി വയ്ക്കാം. ഇനി ചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞ് ചേർക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 2 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, വലിയ വെളുത്തുള്ളിയുടെ അല്ലിയാണ്, 6-7 പച്ചമുളക്. ഇനി എല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പില, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ ടൊമാറ്റോ ആണ്. ഇനി ഈ ടൊമാറ്റോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഈ മസാലയിലേക്ക് ചേർക്കാം. ടൊമാറ്റോ അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റണം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മസാല വഴറ്റിയെടുക്കാം. ഒരു കപ്പ് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 ചെറിയ ഉള്ളി ചേർക്കണം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. ഇനി തേങ്ങ അരച്ചത് ഈ മസാലയിലേക്ക് ചേർക്കാം. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടെ ഇതിലേക്ക് ചേർക്കണം. ഇനി കൂസ ഇതിലേക്ക് ചേർക്കാം. നമുക്ക് എത്രയാണ് ചാറ് വേണ്ടത് അതിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം. ഇനി 2 കഷ്ണം കുടംപുളി എടുത്തിട്ടുണ്ട്. ഒത്തിരി പുളി ചേർക്കരുത്, ചെറിയൊരു പുളിരസം മാത്രം മതി. അപ്പോൾ 2 കഷ്ണം പുളിയുണ്ട്. ആ പുളി നല്ലതുപോലെ കഴുകിയെടുക്കണം. ആ കുടംപുളി ചെറുതായിട്ടൊന്ന് മുറിച്ച് ഇതിലേക്ക് ഇടാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. നല്ലൊരു തിള വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കണം. ഇനി എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വയ്ക്കുക. ആ ചാറ് കുറച്ചൊന്ന് കുറുകണം.
ഈ കറി ടേസ്റ്റ് നോക്കുക, പുളിയോ ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് വെച്ച് ചേർക്കാവുന്നതാണ്. ഇത് പെട്ടെന്ന് റെഡി ആവും. ഈ കറി ഇപ്പോൾ കൂസയൊക്കെ വെന്തല്ലേ ഇരിക്കുന്നത്, നമ്മളൊന്ന് ഫ്രൈ ചെയ്തുകൊണ്ട് അത് വെന്താണ് ഇരിക്കുന്നത്, പകുതി വെന്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇനി ആ കറി എല്ലാം കൂടി ആ പുളി ഉപ്പും എല്ലാം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ കൂസ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കണം. നാലഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. നമുക്കിനി ഉള്ളി ഈ കറിയിലേക്ക് ചേർക്കാം.